ഈ കാണുന്ന വീട് എങ്ങനെയുണ്ട്? വെറും 47 ലക്ഷം രൂപയ്ക്ക് 2300 സ്ക്വയർ ഫീറ്റിൽ ടീം ഹൈലൈൻ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്ത ഒരു അതിമനോഹരമായ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ലിവിങ് ഏരിയയിലാണ്. ലിവിങ് ഏരിയയിൽ കാണുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലേ, സാധാരണ നമ്മൾ TV യൂണിറ്റ് കാണാറ് പ്ലൈവുഡിലാണല്ലോ അല്ലേ. ഇത് കണ്ടല്ലേ, നല്ല സ്റ്റോണിലാണ്, അത് ക്ലാഡിങ് സ്റ്റോണിൽ ചെയ്ത ഒരു TV യൂണിറ്റാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിലാണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ്റെയും അതുപോലെ മാറ്റ് സിൽവർ സിമൻറ്റോ ടെക്സ്ചറുള്ള ഒരു വെർട്ടിഫൈഡ് ടൈലിനുമാണ് ഇവരിവിടെ ടൈൽ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയ വിൻഡോ ആണ്. ഈ വിൻഡോസ് നമ്മൾ സാധാരണ വീടുകളിലെല്ലാം കാണുന്നത് വുഡിൻ്റെ വിൻഡോസ് അല്ലേ. വുഡെല്ലാം ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും GAയിലേക്കും അതുപോലെ നമ്മുടെ സ്റ്റീൽ വിൻഡോസിലേക്കെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇത്രയും വലിയ വിൻഡോസ് കൊടുത്തുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള വെളിച്ചവും അതുപോലെ ആ വെന്റിലേഷനൊക്കെ നല്ല പ്രോപ്പറായിട്ട് ലഭിക്കും. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ലൊരു ബേ വിൻഡോ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഈ കാണുന്ന ഒരു ഹൈറ്റ് കണ്ടില്ലേ, ഒരു ഡബിൾ ഹൈറ്റ് സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും മുകളിൽ GAയിൽ ഓടാണ് വിരിച്ചിരിക്കുന്നത് കേട്ടോ. ഫുൾ ഏരിയ ഇതിൽ കോൺക്രീറ്റ് വാർപ്പ് വരുന്നില്ല. 1-2 ഏരിയ മാത്രം കോൺക്രീറ്റ് വാർപ്പും ബാക്കിയെല്ലാം നല്ല GAയിൽ ഓട് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ നല്ല മനോഹരമായി ചെയ്തൊരു കിച്ചൺ, നല്ല ഓപ്പൺ കിച്ചൺ കേട്ടോ. ആ ഓപ്പൺ കിച്ചണിൽ തന്നെ ലാമിനേറ്റഡ് കൗണ്ടർ ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. അതും നല്ലൊരു മാർബിൾ ലുക്കിലാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ്. പിന്നെ മുകളിലൊരു വുഡൻ്റെ ഒരു ചെറിയൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാനൈറ്റഡ് ടോപ്പാണ്, അതും ഡബിൾ ലെയറിൽ കട്ട് ചെയ്തിട്ട് എഡ്ജൊക്കെ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ ഓപ്പൺ ഹുഡ് കാണുന്നത്. ഓപ്പൺ ഹുഡിൻ്റെ മുകളിലായിട്ടാണ് ഫുള്ള് കബോർഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കബോർഡ്സിൻ്റെ എല്ലാം ഈ ഒരു ഹാൻഡിൽസ് എല്ലാം കണ്ടില്ലേ, അതെല്ലാം നല്ല കൺവീനിയൻ്റ് ആയ രീതിയിലാണ് ഇവിടെ ഈ വീടിന് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓപ്പൺ ഹുഡിൻ്റെ ബാക്ക് സൈഡ് മൊത്തം നല്ല ഒരു മൊറോക്കൻ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ കോമ്പിനേഷൻ വളരെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയയിലും വാഷിംഗ് മെഷീൻ ഏരിയ ഒക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ ഏരിയ കൊടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, വാഷ് ബേസിൻ ഏരിയ കേട്ടോ, നല്ല വലിപ്പമുള്ളൊരു വാഷ് ബേസിൻ ഏരിയ. വേറെ വീടുകൾക്കൊന്നും കാണാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു കോമൺ ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഈ ഒരു ഏരിയ ആണ് കൂടുതൽ അട്രാക്റ്റീവായ ഒരു ഏരിയ കേട്ടോ. ഇപ്പോഴത്തെ പുതിയ മോഡേൺ വീടുകൾക്കെല്ലാം കണ്ടുവരുന്ന പാഷ്യോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ഈവനിങ് ടീക്കോ ഇനി ഫാമിലി ആയിട്ടൊന്ന് ഒത്തുകൂടി ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ല വലുപ്പമുള്ള ഏരിയ ആണ്. അതിന് നല്ല ജാളി വർക്കൊക്കെ ചെയ്ത് അതുപോലെ നല്ല പോളികാർബണേറ്റ് ഷീറ്റൊക്കെ ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെയറിനൊരു പ്രത്യേകത നോക്ക്, നല്ല GA പൈപ്പിൽ സാധാരണ നമ്മളെന്താ കാണുന്നത് കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ അല്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് നല്ല GAയിൽ അതും ഫുള്ള് വുഡിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കൊടുത്ത് വുഡിൻ്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി ചെയ്ത ഒരു അടിപൊളി സ്റ്റെയർ കേട്ടോ. വാ, ഈ ഏരിയ എങ്ങനെയുണ്ട്? നമ്മളെ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് താഴെ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സീൻ ബിലോ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുക. അതും നല്ല ഹൈറ്റിലാണ് ഇവിടെ ഹാൻഡ് റെയിലൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 ബെഡ്റൂമിൻ്റെ ഒരു വീടാണിത്. അതിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബെഡ്റൂം ഏരിയയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നമ്മൾ വീട്ടിലേക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം കൊടുത്തത്. ബാത്റൂം കഴിഞ്ഞിട്ടാണ് ബെഡിൻ്റെ ഏരിയ വരുന്നത്. ബെഡിൻ്റെ ഏരിയ തന്നെ നമുക്ക് ഈ ഒരു വാർഡ്രോബ്സും അതും വാർഡ്രോബ്സ് എല്ലാം സ്ലൈഡിങ് ഡോർസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഡോർ തുറക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. നേരെ മുകളിൽ ഒരുപാട് സ്പേസ് കിട്ടത്തക്ക വിധമാണ് ഈ ഒരു വാർഡ്രോബ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയെങ്കിൽ ഈ വീട് നിർമ്മിച്ചു കൊടുത്തത് നമ്മുടെ ടീം ഹൈലൈൻ ആണ് കേട്ടോ. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അവർ വീട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീടിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷാക്കിർ സൈനിങ് ഓഫ്.